समुपासते शिव इति ब्रह्मेति वेदान्तिनो बौद्धा बुद्ध इति प्रमाणपटवः कर्तेति नैयायिकाः अर्हन्नित्यथ जैनशासनरताः कर्मेति मीमांसकाः सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः मदीयहृदयाकाशे सदानन्दमयो गुरु उदेतु सततं सम्यक् अज्ञानतिमिरारुणः उदेतु सततं सम्यक् अज्ञानतिमिरारुणः. ഹരി ഓം. പരമപാവനമായ ഈ ഋഷിസംഗമം മഹാത്മാവായിരുന്ന ഋഷി തുല്യമായിരുന്ന സാധു ഗോപാലസ്വാമിയുടെ പേരിലുള്ള സാധു ഗോപാലസ്വാമി ട്രസ്റ്റും ഭഗവത് പാദ ഭക്തമണ്ഡലി അതിലെ മഹാത്മാക്കളും ചേർന്ന് അവതരിപ്പിക്കുന്നതായ ഈ ഋഷിസംഗമം പല പ്രാവശ്യം ഇവിടെ നടക്കുകയുണ്ടായി. ഈ വർഷവും പതിവ് പോലെ വേദാന്ത ശാസ്ത്രങ്ങളെ സാമാന്യമായി ഗ്രഹിക്കുന്നതിന് വേണ്ടി വേദാന്ത വിചാരത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. അതിൽ എത്തിച്ചേർന്ന എല്ലാ ആത്മസ്വരൂപികൾക്കും സാദര നമസ്കാരം. കഠോപനിഷത്താണ്, കഠോപനിഷത്തിൻ്റെ പ്രഥമ വല്ലിയാണ് ഇവിടെ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. വളരെ മനോഹരമായ, അതേസമയം ആത്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപനിഷത്താണ് കഠോപനിഷത്ത് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല കഠോപനിഷത്ത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഉപനിഷത്ത് കൂടിയാണ്. വിവേകാനന്ദ സ്വാമികളൊക്കെ വളരെയധികം പ്രകീർത്തിച്ച, അല്ലെങ്കിൽ എല്ലായിടത്തും പറയുന്ന ഒരു ഉപനിഷത്ത് കൂടിയാണ് കഠോപനിഷത്ത്. പൊതുവെ പാഠക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി അർത്ഥക്രമത്തെ അവലംബിക്കുന്ന സമയത്ത് കഠോപനിഷത്ത് പലപ്പോഴും ആദ്യമായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഈശകേന കഠപ്രശ്നം എന്നുള്ള പാഠക്രമം മുക്തികോപനിഷത്തിലെ പാഠക്രമത്തെ എടുക്കുകയാണെങ്കിലും പാഠക്രമാത് അർത്ഥക്രമോ ബലീയ എന്നുള്ളതായ സിദ്ധാന്തപ്രകാരം അർത്ഥ രീതിയെ വെച്ച് നോക്കുന്ന സമയത്ത് കഠോപനിഷത്ത് ആദ്യം പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം കഠോപനിഷത്തിൽ ഒരു ആഖ്യായികയിലൂടെയാണ് അതിൻ്റെ ആരംഭം വരുന്നത്. ഇപ്പോൾ സാമാന്യമായി പ്രകരണ ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ കേട്ട് വേദാന്തത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് സൂക്ഷ്മവസ്തുഗ്രഹണ സാമർഥ്യം കുറവായിരിക്കും. അതുകൊണ്ട് ആഖ്യായികാ തലത്തിലൂടെ അവതരിപ്പിച്ച് ശാസ്ത്ര സിദ്ധാന്തത്തെ പറയുന്ന സമയത്ത്
അത് ഗ്രഹിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് കഠോപനിഷത്തിൻ്റെ ഒരു ആഖ്യായികാ ശൈലി അങ്ങനെ സ്വീകരിച്ചതുകൊണ്ടാണ് മിക്കവാറും കഠോപനിഷത്ത് ആദ്യം തന്നെ പ്രതിപാദിക്കുന്നതായ ഒരു സമ്പ്രദായമുള്ളത്. അതുകൊണ്ട് കഠോപനിഷത്ത് നിസ്സാരമാണെന്നുള്ളതല്ല. കഠോപനിഷത്തിന് ഭാഷ്യം എഴുതുന്ന സമയത്ത് ആചാര്യ ഭഗവത് പാദർ അദ്ദേഹം എല്ലാ ഉപനിഷത്തുകൾക്കൊന്നും അങ്ങനെ മംഗള ശ്ലോകങ്ങളൊന്നും എഴുതിയിട്ടില്ല. നേരെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ഭാഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ കഠോപനിഷത്തിന് ഭാഷ്യം ചമയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മാഹാത്മ്യം കൊണ്ട് തന്നെ കഠോപനിഷത്തിൽ അതിൻ്റെ ആചാര്യനായിരിക്കുന്ന യമനെയും അവിടെ ശിഷ്യനായിരിക്കുന്ന നചികേതസനെയും പ്രണമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാഷ്യം രചിക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ കഠോപനിഷത്തിൻ്റെ മാഹാത്മ്യം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അത്രയധികം ഗാംഭീര്യമായിട്ടുള്ളതാണ് കഠോപനിഷത്ത്. ഓം നമോ ഭഗവത്തെ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേച. വൈവസ്വതായ മൃത്യവേ, വിവസ്വാൻ്റെ പുത്രനായിരിക്കുന്ന വൈവസ്വതനായിരിക്കുന്ന സാക്ഷാൽ മൃത്യു യമരാജാവിന് വിവഹ അസ്യ അസ്ഥീതി വിവസ്വാൻ എന്ന് പറയും. വിവഹ എന്ന് പറഞ്ഞാൽ രശ്മി, രശ്മികൾ ഉള്ളതിനാൽ വിവസ്വാൻ സൂര്യൻ. ആ വിവസ്വാൻ്റെ അപത്യമാണ് വിവസ്വതോഹോ അപത്യം വൈവസ്വതഃ എന്ന് പറയും. ആ വൈവസ്വതനായിരിക്കുന്ന യമനാണ് നമ്മുടെ ആചാര്യനായിട്ടുള്ളത്. ശിഷ്യനാണെങ്കിൽ നചികേതസാണ്. കുട്ടിയാണെങ്കിൽ കൂടി ശാരീരികമായിട്ട് മാത്രമാണ് കുട്ടിത്വമുള്ളത്. മറിച്ച് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ വൈരാഗ്യം എന്താണ് എന്നുള്ളത് കാണിക്കുന്ന യോഗ്യനായ ഉത്തമനായ ഒരു ശിഷ്യനാണ് നചികേതസ് എന്നുള്ളതുകൊണ്ട് ആ നചികേതസിനെയും പ്രണമിച്ചുകൊണ്ടാണ് ആചാര്യ ഭഗവത് പാദർ അതിൻ്റെ ഭാഷ്യം ആരംഭിക്കുന്നത് തന്നെ. കൃഷ്ണ യജുർവേദത്തിലാണ് നമ്മുടെ കഠോപനിഷത്ത് വരുന്നത്. യജുർവേദത്തിന് ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം എന്നിങ്ങനെ രണ്ട് ശാഖകൾ, രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ശുക്ല യജുർവേദത്തിലാണ് ഈശാവാസ്യമെല്ലാം വരുന്നത്, ബൃഹദാരണ്യകം ഒക്കെ വരുന്നത് അതിലാണെങ്കിൽ, കൃഷ്ണ ഉപനിഷത്തിലാണ് യജുർവേദത്തിൻ്റെ ശാഖ കൃഷ്ണ യജുർവേദീയ ശാഖയിലാണ്, അത് കഠശാഖയിലാണ് കഠോപനിഷത്ത് അല്ലെങ്കിൽ കാഠകോപനിഷത്ത് എന്നും പറയുന്നതായ ഈ ഉപനിഷത്ത് വരുന്നത്. കഠശബ്ദം തന്നെ കഠ ഋഷി അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഒപ്പം കഠശോകെ എന്നുള്ള ധാതുവിൽ നിന്നാണ് കഠശബ്ദം നിഷ്പന്നമായത് എന്ന് പറയും, അല്ലെങ്കിൽ കാഠക ശബ്ദം. കാരണം ഒരു ശോകത്തിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് നമുക്കറിയാം. നചികേതസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിഷമമുണ്ടാകുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മനസ്സിലും പിന്നീട് വിഷമമുണ്ടാകുന്നു. അങ്ങനെ ഒരു വിഷമത്തോടുകൂടി ആരംഭിക്കുന്നു. എന്നാൽ ആത്യന്തികമായി സകല വിഷമതകളെയും ഇല്ലാതെയാക്കുന്നതായ വിദ്യയെ പ്രതിപാദിക്കുന്നതാണ് ഈ ഉപനിഷത്ത്. സകല ദുഃഖങ്ങൾക്കും സകല വിഷമതകൾക്കും പരിഹാരമാണ് കഠോപനിഷത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഠ ഉപനിഷത്ത് എന്നുള്ള പേര് തീർത്തും അന്വർത്ഥമായിട്ടുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അന്വേഷിക്കുന്നത് ശോകനിവൃത്തിയാണ്. അങ്ങനെയാണല്ലോ എല്ലാ മനുഷ്യരും. കാരണം എന്തെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും, ഏതെല്ലാം വസ്തുക്കൾ നേടിക്കഴിഞ്ഞാലും മനുഷ്യന് പൂർണ്ണ തൃപ്തി ലഭ്യമാകുന്നില്ല. ആത്യന്തികമായുള്ള ഒരു തൃപ്തി എന്നുള്ളത് മനുഷ്യന് ഭൗതിക വസ്തുക്കളെ കൊണ്ട് ഒരിക്കലും നേടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെല്ലാം വസ്തുക്കൾ ഉണ്ടെങ്കിലും ഒരു അപൂർണതാബോധം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആധ്യാത്മികമായും ആദിഭൗതികവുമായ ദുഃഖങ്ങൾ വേറെയുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ട് പറയുന്നത് ഛാന്തോക്യത്തിൽ നാം വളരെയധികം കേട്ടിട്ടുള്ളതാണ്. തരതി ശോകം ആത്മവിത്ത്.
ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഈ ശോകത്തിന്, ദുഃഖത്തിന് ആത്യന്തികമായ അറുതി വരുത്താൻ സാധിക്കും. ആ ആത്മജ്ഞാനം കൊണ്ട് എങ്ങനെയാണ്, ജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി നേടാൻ സാധിക്കുക എന്നാണെങ്കിൽ, ജ്ഞാനം കൊണ്ട് അജ്ഞാനം ഇല്ലാതെയായിത്തീരും എന്നുള്ളത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അജ്ഞാനം എന്നുള്ളത് ജ്ഞാനം അജ്ഞാനം എന്നുള്ളതല്ല, മറിച്ച് അന്യഥാജ്ഞാനത്തെയാണ് ഇവിടെ അജ്ഞാനമായി പ്രതിപാദിക്കുന്നത്. അജ്ഞാനം എന്നുള്ളത് അവിവേകമാണ്, അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മയിലൂടെ താൻ ഈ ശരീരമാണ്, ശരീരത്തിനോട് ബന്ധപ്പെട്ടതെല്ലാം തൻ്റേതാണ് എന്ന ആ ഭ്രമധാരണ, മിഥ്യാധാരണയാണ്. അതിനെയാണ് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മസൂത്രത്തിലൂടെ, അധ്യാസഭാഷ്യത്തിലൂടെ അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറയുന്നതായ താനല്ലാത്തതായിട്ടുള്ള വസ്തുക്കളിൽ താനെന്നുള്ള തൻ്റെ തെറ്റായ ധാരണയെ നിവർത്തമാക്കുക മാത്രമാണ് അജ്ഞാനം ചെയ്യുന്നത്. ആ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് എപ്രകാരമാണോ കാർമേഘം നീങ്ങിക്കഴിഞ്ഞാൽ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത്, അതുപോലെ അജ്ഞാനമായ ആവരണം നീങ്ങുന്ന സമയത്ത് തൻ്റെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ആത്മസ്വരൂപം പ്രകാശിക്കും. അല്ലെങ്കിൽ ആ ആത്മസ്വരൂപം തന്നെയാണ് താനെന്നുള്ള പൂർണ്ണമായ ബോധം നമുക്ക് ലഭ്യമാകും. ആ ലഭ്യമാകുന്നതോടു കൂടിയിട്ടോ താൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതായ ആനന്ദം എന്നുള്ളത് തൻ്റെ സ്വരൂപം തന്നെയാണ്. അത് മറവില്ലാത്തതാണ്, നശിക്കാത്തതാണ്. കാരണം താൻ ആനന്ദ സ്വരൂപമാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകും. ഇവിടെ അതുകൊണ്ട് തന്നെ കഠ ഉപനിഷത്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം തന്നെ, അല്ലെങ്കിൽ ഉപനിഷത്ത് ശബ്ദത്തെ തന്നെ ഇവിടെ ഭാഷ്യകാരൻ അതിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സത് ധാതുവിൽ നിന്നാണ്, ഷതിൽ ധാതുവിൽ നിന്ന് നിഷ്പന്നമാകുന്ന ശബ്ദമാണ് ഉപനിഷത്ത്. ഉപ എന്നും നീ എന്നുമുള്ള രണ്ട് ഉപസർഗങ്ങളോട് കൂടി ചേർന്ന് സത് ധാതുവാണ് ഉപനിഷത്തായിട്ട് മാറുന്നത്. ഈ സത് ധാതുവിനാണെങ്കിൽ മൂന്നർത്ഥങ്ങളാണുള്ളത്. വിശരണഗതി അവസാദനാർത്ഥേഷു, വിശരണം, ഗതി, അവസാദനം, ഇങ്ങനെയുള്ള മൂന്ന് അർത്ഥങ്ങളോട് കൂടിയിട്ടാണ് ഈ ഉപനിഷത്ത് ശബ്ദം തന്നെ നിഷ്പന്നമാകുന്നത് എന്നുള്ളതാണ്. വിശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം. ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്നു. ഉപനിഷത്ത് ശബ്ദത്തിന് ബ്രഹ്മവിദ്യ എന്ന് അർത്ഥം ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഉപനിഷത്തിലൂടെയുള്ള ബ്രഹ്മവിദ്യയെ ശ്രവിക്കുന്നതുകൊണ്ട്, അതിനെ ഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ അജ്ഞാനത്തിന് നാശമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അജ്ഞാനനാശകമായതുകൊണ്ട് ഉപനിഷത്ത് ഗ്രന്ഥോപി ഉപനിഷത്ത് എന്നുള്ളതാണ്. ബ്രഹ്മവിദ്യയാണ് ഉപനിഷത്തെങ്കിൽ കൂടിയിട്ട് ആ ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമായതുകൊണ്ട് ഉപനിഷത്ത് ശാസ്ത്രവും ബ്രഹ്മവിദ്യയാണ്. അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്നത് കൊണ്ട് ഗ്രന്ഥത്തെയും ഉപനിഷത്ത് എന്ന് പറയും. ഉപനിഷത്ത് ശബ്ദത്തിന് യഥാർത്ഥമായിട്ട് ബ്രഹ്മവിദ്യ എന്നാണ് അർത്ഥം. കാരണം ആ ബ്രഹ്മജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, മറിച്ച് ഗ്രന്ഥമല്ല, അല്ലേ? അല്ലെങ്കിൽ ഗ്രന്ഥം കയ്യിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അജ്ഞാനം ഉണ്ടാവാൻ പാടില്ല. ഉപനിഷത്ത് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അജ്ഞാനം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാറില്ല, അല്ലേ? നമ്മുടെ കയ്യിലുണ്ട്, പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ ഗാംഭീര്യന്മാരായിട്ട് അജ്ഞാനികളായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥവും, കാരണം ഗ്രന്ഥത്തിലൂടെയാണ് നമുക്ക് ഈ തത്വത്തെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രന്ഥത്തിനും ഉപനിഷത്ത് എന്നുള്ള പ്രതിപാദക ഭാവമായിട്ടുള്ള, പ്രതിപാദ്യ വിഷയമാകുന്ന ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്നതായ ശാസ്ത്രമാണ് ഈ ഉപനിഷത്ത് എന്നുള്ളത് കൊണ്ട് പ്രതിപാദക ഭാവ സംബന്ധത്താൽ ഉപനിഷത്തിനും ബ്രഹ്മവിദ്യ എന്നുള്ള പേരുണ്ട്. അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥത്തെയും ഉപനിഷത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഉപനിഷത്തിലൂടെ പ്രതിപാദിക്കുന്നതായ ആ ജ്ഞാനത്തെ നേടുന്നതോടു കൂടിയിട്ട് അജ്ഞാനത്തിന് നാശം സംഭവിക്കുന്നു. അജ്ഞാനത്തെ നശിപ്പിക്കുന്നതോടു കൂടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വരൂപജ്ഞാനത്തെ നമുക്ക് ലഭ്യമാകുന്നു, പ്രാപ്തമാകുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തതായിട്ടുള്ള അർത്ഥം ഗതി എന്നുള്ളത്. ഗത്യർത്ഥക് ധാതു, ഗതിയെ സൂചിപ്പിക്കുന്നതായ ധാതുക്കൾക്കൊക്കെ
ഗതി, ജ്ഞാനം, പ്രാപ്തി, ഇങ്ങനെ 3 അർത്ഥങ്ങൾ പ്രതിപാദിക്കാറുണ്ട്. ഗതി എന്നുള്ളത് അതിലേക്ക് കൊണ്ടുപോകുന്നത്, ജ്ഞാനം എന്നുള്ളത് ഗത്യർത്ഥക ധാതുവിന് പറയാറുള്ളതാണ്, പ്രാപ്തി ഗമിക്കുമ്പോഴാണല്ലോ നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗതിയെന്നും ജ്ഞാനമെന്നും പ്രാപ്തിയെന്നും 3 അർത്ഥങ്ങൾ ഈ ഗത്യർത്ഥകമായിരിക്കുന്ന ധാതുക്കൾക്കുള്ളതുകൊണ്ട് ബ്രഹ്മവിദ്യയെ പ്രാപിപ്പിക്കുന്നു. ഇവിടെ പ്രാപണം എന്നുള്ളത് അല്ലെങ്കിൽ പ്രാപിക്കുക എന്നുള്ളത് ഗൗണപ്രയോഗമാണ്. കാരണം തന്നിൽ നിന്നും ഭിന്നമായൊന്നിനെ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ സാധിക്കൂ. ഇവിടെ ആത്മസ്വരൂപം എന്നുള്ളത് തൻ്റെ തന്നെ സ്വരൂപമായതുകൊണ്ട് അതിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അവിടെ പ്രാപിക്കുക എന്നുള്ളത് ഗൗണപ്രയോഗമാണ്. അത് ഭാഷ്യകാരൻ യോഗാത് ബ്രഹ്മവിദ്യ ഉപനിഷത്ത് എന്നുള്ളത് ബ്രഹ്മഗമയിതൃത്വേന ഗൗണം കൊണ്ടാണ്, ഗൗണപ്രയോഗമാണ്, യോഗാത് ആണ് പ്രയോഗിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയും. അതിനർത്ഥം അവിടെ പ്രാപ്തസ്യ പ്രാപ്തി എന്നുള്ളതാണ്. നഷ്ടമായ നമ്മുടെ കണ്ഠാഭരണം അല്ലേ, ഇടയ്ക്ക് മാലയൊക്കെ കാണാതെയാകാറുണ്ട്. ചിലപ്പോൾ മുഖത്ത് കണ്ണട വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ കണ്ണട ഇല്ല എന്ന് വിചാരിച്ച് നമ്മുടെ കണ്ണട അന്വേഷിക്കാറുണ്ട്. കഴുത്തിൽ മാലയുണ്ടെങ്കിലും എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് പരിഭ്രമിക്കുന്ന തിരക്കിൽ മാല കാണാതെയാകാറുണ്ട്. ആ കാണാതെയാകുന്ന മാലയെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പിന്നെയാണോ ആരെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോഴോ മനസ്സിലാകും, അയ്യോ മാല കഴുത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മുഖത്തുള്ള കണ്ണടയിലൂടെ നാം കണ്ണടയെ അന്വേഷിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. മുഖത്ത് തന്നെയുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ തലയിലേക്കൊക്കെ കണ്ണട മുകളിലേക്ക് കയറ്റി വയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും വായിക്കാൻ നോക്കുമ്പോഴാവും കണ്ണട കാണാനില്ല, സകലയിടത്തും തിരഞ്ഞു നടക്കും. അവസാനമാണ് ആരെങ്കിലും, ചിലപ്പോൾ കുഞ്ഞായിരിക്കും പറയുക, അല്ലേ, മുത്തശ്ശിയുടെ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ മുഖത്തുണ്ടല്ലോ കണ്ണട എന്ന് പറയും. അപ്പോഴാണ് നമ്മളും തിരിച്ചറിയുക. ഇതൊക്കെ സംഭവിക്കാറുള്ള കാര്യമാണ്. അപ്പം എവിടെ നമ്മുടെ മുഖത്തിരുന്ന കണ്ണടയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം അത് നഷ്ടമായത് നേടിയെടുക്കുകയല്ല, തിരിച്ചറിയാണ്. തൻ്റെ മുഖത്ത് തന്നെ കണ്ണടയുണ്ട് എന്നുള്ളത് തിരിച്ചറിവാണ്, ജ്ഞാനമാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലാതെ വസ്തുവിൻ്റെ പ്രാപ്തിയല്ല. ഇതുപോലെ തന്നെ തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനം നേടാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങുന്നതോടു കൂടിയിട്ട് അത് തെളിഞ്ഞു വരുന്നു. പായലുള്ളതായ ആ വെള്ളത്തിലെ പായൽ നീങ്ങുന്ന സമയത്ത് അവിടെ വെള്ളമുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നു. ആ വെള്ളത്തിനെ ആസ്പദമാക്കിയിട്ടാണ് കുളത്തിൽ പായലുണ്ടായിരുന്നത്. പായൽ നിലനിൽക്കുന്നത് വെള്ളത്തിലാണ്. എന്നാലും നമുക്ക് ആ വെള്ളത്തിനെ കാണാൻ സാധിക്കുന്നില്ല, വെള്ളത്തെ ഉപയോഗയോഗ്യമാക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെ അജ്ഞാനേന ആവൃതം ജ്ഞാനം, തൻ്റെ സ്വരൂപത്തിൽ തന്നെയാണ്, ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിൽ തന്നെയാണ് ഈ അജ്ഞാനം ആവരണമായി നിൽക്കുന്നത്. ആവരണമായി നിന്ന് നമ്മുടെ ഈ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന നമ്മുടെ ആനന്ദ അമൃതം നമുക്ക് അനുഭവിക്കുന്നതിന് വിരുദ്ധമായിട്ട്, തടസ്സമായിട്ട് നിൽക്കുന്നു. എപ്പോഴാണോ ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനം നീങ്ങുന്നത്, അപ്പോഴാണ് തൻ്റെ സ്വരൂപം തന്നെ ഈ ആനന്ദ സ്വരൂപമായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ജ്ഞാനം കൊണ്ടൊരിക്കലും ആത്മാവിനെ നേടിയെടുക്കുകയല്ല. അങ്ങനെ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം തൻ്റെ സ്വരൂപം തന്നെ അതാണ് എന്നുള്ളതുകൊണ്ട്. ഒപ്പം വിശരണം എന്ന് പറഞ്ഞാൽ നശിക്കുക. സംസാര വാസനകളോട് കൂടിയിട്ട് ആത്യന്തിക നാശം ഉണ്ടാകുമെന്നുള്ളതാണ്. സംസാര ബീജം മുഴുവൻ നശിക്കും. ജ്ഞാനമുണ്ടാകുന്നതോടു കൂടിയിട്ട് ഈ സംസാര ബീജ നാശം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് അവസാദനം, നാശം എന്നുള്ളതും ഈ ഉപനിഷത്ത് ശബ്ദത്തിന് അർത്ഥം പറയും. എന്തെങ്കിലുമെല്ലാമാണ് നശിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗർഭവാസ ജന്മജരാദി ഉപദ്രവ വൃന്ദസ്യ, ഗർഭവാസം അല്ലേ, കർമ്മവാസനകൾ ഉള്ളതുകൊണ്ടാണ് ജനിക്കേണ്ടി വരുന്നത്. സഞ്ചിതമായിട്ടുള്ള കർമ്മവാസനകൾ ഉള്ളതുകൊണ്ട് ഗർഭവാസാദി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഗർഭവാസം കഴിഞ്ഞാൽ ജന്മമുണ്ടാകുന്നു. ജനിച്ചു കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ജരാതി ഉപദ്രവ വൃന്ദങ്ങളാണ്, കൂട്ടങ്ങളാണ് വരുന്നത്. ഇതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് അവിദ്യ, കാമം, കർമ്മം. അവിദ്യയാണ് ഇതിനെല്ലാം മൂലകാരണമായിട്ടിരിക്കുന്നത്. ഈ അവിദ്യ കൊണ്ട് കാമനയുണ്ടാകുന്നു, വിഷയങ്ങളിലുള്ള ആഗ്രഹമുണ്ടാകുന്നു, കാമനകൾ. ആ കാമനകൾ തുടർന്ന് കർമ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇതിനെല്ലാം മൂലകാരണമായിരിക്കുന്നത് അവിദ്യയാണ്. അവിദ്യയിൽ നിന്നും
യഥാർത്ഥത്തിലുള്ളതിനെ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് വിഷയങ്ങളിലുള്ള കാമനകൾ നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നു. ഈ കാമനകൾ കർമ്മമായിട്ട് പരിണമിക്കുന്നു. കർമ്മം അനുഷ്ഠിക്കുന്നതോടുകൂടി കർമ്മഫലങ്ങൾ നമുക്കുണ്ടാകുന്നു. പുണ്യമാകാം, പാപമാകാം. 2 തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്, സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് പുണ്യം അല്ലെങ്കിൽ പാപം എന്നുള്ള 2 തരത്തിലുള്ള ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ആ ഫലങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരുന്നു. തത്ഫലമായിട്ട് ഗർഭവാസം വരുന്നു. ഗർഭവാസത്തിൽ നിന്ന് വീണ്ടും ജനനമുണ്ടാകുന്നു. ജനിച്ചു കഴിഞ്ഞാലും ഈ കാര്യത്തിൽ തന്നെയാണ് നാം കിടന്ന് കറങ്ങുന്നത്. സംസാര ചക്രം എന്ന് പറയും. അപ്പോൾ ഈ അജ്ഞാനത്തിൻ്റെ കാര്യമായിരിക്കുന്ന അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ കാര്യമായിരിക്കുന്ന ഈ സംസാരത്തിന് മുഴുവൻ ബീജമായിരിക്കുന്നത് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഈ അവിദ്യയുടെ നാശമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സംസാര ബീജത്തിൻ്റെ നാശം സംഭവിക്കുന്നു. ഈ സംസാര ബീജം നശിച്ചു കഴിഞ്ഞാൽ വിത്തിൽ നിന്ന് പിന്നീട് വൃക്ഷം ഉണ്ടാകാത്തതുപോലെ, വിത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിത്ത് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിത്തിൽ നിന്ന് വൃക്ഷത്തിനുണ്ടാകാൻ സാധിക്കാത്തതുപോലെ അവിദ്യ, ജ്ഞാനം കൊണ്ടാണ് അവിദ്യ നശിക്കൂ അല്ലെങ്കിൽ അജ്ഞാനം നശിക്കൂ. ആ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സംസാര പ്രസക്തി തന്നെ ഇല്ലാതെയായിത്തീരുന്നു എന്നുള്ളതാണ്. ഈ സംസാര പ്രസക്തി ഇല്ലാതെയാവുന്നതോട് കൂടിയിട്ടോ ഭ്രമമാണ് നീങ്ങുന്നത്. സംസാരം ഒരിക്കലും ഇല്ലാതെയായി തീരുകയില്ല. നമ്മുടേതായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അതുകൊണ്ടാണ് അജ്ഞാനം എന്നുള്ളത് അന്യഥാജ്ഞാനമാണ്. അന്യഥാജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചമാണ് സത്യം എന്നുള്ളതായ ആ ഒരു തോന്നൽ നീങ്ങി യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപത്തെ നമുക്ക് ബോധിപ്പിച്ചു തരികയാണ് ഈ ഉപനിഷത്തിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കഠോപനിഷത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപനിഷത്താണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിൻ്റെ പ്രഥമ വല്ലിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം ഓരോ ഭാഗങ്ങളായിട്ട് നാം തിരിച്ചിരിക്കുകയാണ്. കഠോപനിഷത്തിന് 2 അധ്യായങ്ങളാണ് ഉള്ളത്. ആകെ 2 അധ്യായമേ ഉള്ളൂ. 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, ഇങ്ങനെ 2 അധ്യായങ്ങളുണ്ട്. ഈ ഓരോ അധ്യായത്തിനെയും 3 വല്ലികളായിട്ട് തിരിച്ചിട്ടുണ്ട്. വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാഖയിലുള്ള ഉപശാഖ എന്നുള്ളതുപോലെ വല്ലികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ വല്ലി, പ്രഥമ വല്ലി എന്ന് പറയുന്നതിൽ പ്രഥമ അധ്യായത്തിലെ പ്രഥമ വല്ലിയിൽ 19 മന്ത്രങ്ങളാണ് ഉള്ളത്. 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വല്ലിയിലാണെങ്കിൽ 25 മന്ത്രങ്ങളുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ വല്ലിയിലാണെങ്കിൽ 17 മന്ത്രങ്ങളാണ് ഉള്ളത്. ഇങ്ങനെയാണ് 1-ാമത്തെ അധ്യായം 3 വല്ലികളായിട്ടുള്ളത്. ഇനി 2-ാമത്തെ അധ്യായത്തിലാണെങ്കിലോ 2-ാമത്തെ അധ്യായത്തിൽ പ്രഥമ വല്ലിയിൽ 15 മന്ത്രങ്ങളാണ് ഉള്ളത്. 2-ാമത്തേതായിട്ടുള്ള വല്ലിയിലാണ് 15 മന്ത്രങ്ങൾ വീണ്ടും ഉള്ളത്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വല്ലിയിലും 2-ാമത്തെ വല്ലിയിലും 15 മന്ത്രങ്ങൾ വീതമുണ്ട്. അതിൽ വരുന്ന 3-ാമത്തേതായിട്ടുള്ള വല്ലിയിലാണെങ്കിൽ 19 മന്ത്രങ്ങളാണുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഉപനിഷത്തിൻ്റെ 2 അധ്യായങ്ങൾ. ആ 2 അധ്യായങ്ങളിലുള്ള 3 വീതം വല്ലികൾ, ആ 3 വീതം വല്ലികൾ ഉള്ളതിലുള്ള മന്ത്രങ്ങളുടെ ഒരു ക്രമത്തെ, കണക്കിനെ പറഞ്ഞു. അപ്പം ആ ക്രമം പറഞ്ഞ് നമുക്ക് പ്രഥമ വല്ലിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഉപനിഷത്തിന് എല്ലാറ്റിനും സാമാന്യമായി ശാന്തി മന്ത്രങ്ങളോട് കൂടിയിട്ടാണ് ഉപനിഷത്ത് ആരംഭിക്കാറുള്ളത്. ഇവിടെയും നമുക്കെല്ലാവർക്കും കൂടി ഉപനിഷത്തിൻ്റെ സഹനാവവതു എന്നുള്ളതായ ശാന്തി മന്ത്രം ചൊല്ലാം. കാരണം വളരെ വിശേഷമായിട്ടുള്ള, നമുക്കെല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ശാന്തി മന്ത്രമാണ്. സഹനാവവതു, ആ പരമാത്മാവ്, ഈ ബ്രഹ്മവിദ്യ പ്രതിപാദ്യമായിരിക്കുന്നതായ ആ ആത്മസ്വരൂപം അല്ലെങ്കിൽ പരമാത്മാവ് നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ, നമ്മളെയൊക്കെ പാലിക്കട്ടെ. ആചാര്യ ആവാം എന്നുള്ളതാണ്. നൗ ആവാം, നമ്മളെ 2 പേരെയും. കാരണം ആചാര്യനും ശിഷ്യനുമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഉപനിഷത്തുകളൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. നമ്മൾ ഒരുപാട് പേരിരിക്കുന്ന സമയത്ത് നമ്മൾ 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും, അല്ലേ? ഒരുപാട് പേരാണല്ലോ നമ്മളിത് കേൾക്കാനിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ 2 പേര് എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരും. ഋഷിക്കൊരിക്കലും തെറ്റിയിട്ടില്ല.
അതുകൊണ്ടാണ് കവയഃ ക്രാന്തദർശിനഃ ഋഷയഃ മന്ത്രദ്രഷ്ടാരഃ. ഋഷി കവിയും കൂടിയാണ്. ക്രാന്തദർശിയായ ആളെയാണ് കവി എന്ന് പറയുന്നത്, മന്ത്രദ്രഷ്ടാവിനെയാണ് ഋഷി എന്ന് പറയുന്നത്. തൻ്റെ തപശ്ചര്യയിലൂടെ തൻ്റെ മേധാശക്തിയെ അത്രയും തേജസ്സുള്ളതാക്കി പ്രജ്ഞാവീര്യമുള്ളതാക്കി തീർത്ത ആളാണ് ഋഷി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച എന്നുള്ളത് നമ്മളെപ്പോലെ പരിമിതമായിട്ടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയും അതുപോലെ പരിമിതമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് ഒരിക്കലും തെറ്റല്ല, മറിച്ച് നമ്മുടെ പ്രജ്ഞയ്ക്കാണ് മന്ദത വരുന്നത്, തെറ്റുകൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഉയർന്നു വരുന്നവരാണ്, അവർ ഉയർന്ന ആളുകളാണ്. ഈ രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ടുപേരെന്ന് പറയാൻ കാരണം, ഉപനിഷത്ത് പഠിക്കുന്നതിൽ എത്ര പേരുണ്ടെങ്കിൽ കൂടിയിട്ട് ആ പഠിക്കുന്നവർ അധ്യേതാവിൻ്റെ മുമ്പിൽ, പഠിക്കുന്ന അധ്യേതാവിൻ്റെ മുമ്പിൽ താനും ഗുരുവും മാത്രമാണുള്ളത്. ആ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപനിഷത്ത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനർത്ഥം ശ്രദ്ധ എന്നുള്ളത് ഏകാഗ്രമാവുക. എന്താണോ ഗുരു ഉപദേശിക്കുന്നത് ആ ഗുരുവിൽ നിന്ന് വരുന്ന വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ പൂർണ്ണതയാ സ്വീകരിക്കാൻ പ്രാപ്തമാകുമ്പോൾ മാത്രമാണ് അവിടെ ഗുരു ശിഷ്യ ബന്ധമെന്നുള്ളത് തന്നെ വന്നു ചേരുന്നത്. കാരണം ഉപനിഷത്ത് ശബ്ദത്തിന് രഹസ്യമെന്നർത്ഥമുണ്ട്, ഗൂഢമെന്നർത്ഥമുണ്ട്. കാരണം ഈ ഉപനിഷത്ത് തത്വങ്ങൾ, ആത്മതത്വത്തെയാണ് ഉപനിഷത്തിലൂടെ പ്രതിപാദിക്കുന്നത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഈ ഉപനിഷത്ത് പ്രതിപാദ്യമായിരിക്കുന്ന ആത്മതത്വം എന്നുള്ളത് ഗൂഢമായിട്ടുള്ളതാണ്, രഹസ്യമായിട്ടുള്ളതാണ്. രഹസ്യ ശബ്ദത്തിന് അർത്ഥം തന്നെ പറയുന്നത് രഹസ്യ ഏകാന്തേ എന്നുള്ളതാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലൗകിക ഭാഷയിൽ നമ്മളൊരു രഹസ്യം എന്നുള്ളത് പറയാറുണ്ട്, അല്ലെ? മറ്റാരും കേൾക്കാതെ പറയുന്നതിന് രഹസ്യം എന്ന് പറയാറുണ്ട്. എന്നാൽ ശാസ്ത്രത്തിലേക്ക് കയറുന്ന സമയത്ത് രഹസ്യ ശബ്ദത്തിന് അർത്ഥം പറയുന്നത് ഏകാന്തത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താ ഈ ഏകാന്തത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഏകാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിക്ഷേപങ്ങളില്ലാതെ, കാരണം ഏകാന്തമല്ലാതെ ഒരു കൂട്ടത്തിലാണ്, ഒരു ബഹളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ചിന്നിച്ചിതറിപ്പോകും. അപ്പം ഏകാന്തമായിരിക്കുന്ന സമയത്ത് ശ്രദ്ധ ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിനെയാണ് ഏകാന്തത എന്ന് പറയുന്നത്. ലോകത്തും ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷണ്ണനായിട്ടിരിക്കുകയല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും നമുക്ക് ഉപദേശിച്ച് തരുന്നതായിട്ടുള്ള ആചാര്യനിലേക്കും ഉപദേശ വിഷയത്തിലേക്കും കേന്ദ്രീകരിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഉപനിഷത്തിന് രഹസ്യം എന്നുള്ള പേരും കൂടിയുള്ളത്. അപ്പം ഏകാന്തത്തിൽ ഉപദേശിക്കേണ്ടതാണ്, ഗൂഢമായിട്ടുള്ളതാണ്. ആ വിദ്യ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഗുരുവും ശിഷ്യനും മാത്രമാണുള്ളത്. മറ്റെത്രയോ പേരുണ്ടെങ്കിൽ കൂടിയിട്ട് ഓരോ കോണ്ടാക്റ്റും പേഴ്സണലിയാണ്. ഗുരുവിൻ്റെ ആ ഉപദേശത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലാതിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ സഹനാവവതു, നമ്മളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഋഷിക്ക് തെറ്റിയതല്ല എന്ന് പറഞ്ഞു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ ആ പരമാത്മാവ് പാലിക്കട്ടെ. പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മജ്ഞാനം നേടിയെടുക്കുന്നതിനുള്ള ക്ഷമത നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചതായ അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിച്ചതായിട്ടുള്ള വിദ്യ കൊണ്ട് വിദ്യയാ വിന്ദതേ വീര്യം, ആ വീര്യം നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിക്കട്ടെ. സഹ വീര്യം കരവാവഹി, നമുക്ക് രണ്ടുപേർക്കും ആ വീര്യം നേടിയെടുക്കാൻ നമ്മളെ ആ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അധ്യയനം ചെയ്തതായ നേടിയെടുത്ത വിദ്യയെ കൊണ്ട് നമ്മൾ തേജസ്വികളായിത്തീരട്ടെ. മാ വിദ്വിഷാവഹി, ആർക്കും വിദ്വേഷമൊന്നും തോന്നാതിരിക്കട്ടെ എന്ന് പറയുക.
അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. ഈ വിദ്വേഷത്തിന് ആചാര്യൻ ചിലപ്പോൾ പറഞ്ഞു തരുന്നത് ശരിയായിട്ട് പറയുന്നത് ആ പരമാത്മ സ്മരണത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നു. ഉശൻഹ വൈ വാചശ്രവസഃ. ഉശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമയമാനഃ, ആഗ്രഹിക്കുന്നവനായ, ആഗ്രഹമുള്ളവനായ. എന്താഗ്രഹം എന്നുള്ളത് ഇനി പറയും. ആഗ്രഹമുള്ളവനായ വാചശ്രവസഃ. വാചശ്രവസ് ഒരു യജ്ഞം നടത്തുകയാണ്. സർവവേദസം ദദൗ. അദ്ദേഹം ഒരു വലിയ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ആ യജ്ഞം നടത്താൻ എന്തുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു എന്നാണെങ്കിൽ വിശ്വജിത്ത് എന്ന് പറഞ്ഞൊരു യാഗമാണ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. അതിനെന്താ കാരണം? കാമയമാനഃ ഉഷൻ, ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള കാരണം? ആഗ്രഹം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, വാചശ്രവസഃ. വാചശ്രവ എന്ന് പറഞ്ഞതായ ഒരു വലിയ ഋഷിയുടെ അല്ലെങ്കിൽ വളരെ പ്രസിദ്ധനായ ഒരാളുടെ മകനാണ് വാചശ്രവസ്. ഇപ്പം ഈ വാചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം. ആ അന്നം ധാരാളം ദാനം ചെയ്തിരുന്നതുകൊണ്ട് വളരെ കീർത്തിമാനായ ഒരാളായിരുന്നു ഈ വാചശ്രവസിൻ്റെ അച്ഛൻ. വളരെ പ്രസിദ്ധനായിരുന്നു. അപ്പം അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ ഈ വാചശ്രവസിൻ്റെ മകനായിട്ടുള്ള വാചശ്രവയുടെ മകനായിട്ടുള്ള വാചശ്രവസ് എന്ന് പറയുന്ന നമ്മുടെ നചികേതസിൻ്റെ അച്ഛന് അപ്പോൾ സമ്പത്തൊക്കെ ആവശ്യത്തിനുണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ സാധാരണ ലോകത്ത് നോക്കിക്കഴിഞ്ഞാലും സമ്പത്തും നമുക്ക് പദവികളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നാട്ടിൽ 4 പേരെ അറിയണം അല്ലേ? അതിനെന്തെങ്കിലും ഒത്തിരി പേരും പ്രശസ്തി ഉണ്ടാവാനുള്ള എന്തെങ്കിലും വഴികൾ നമ്മളൊക്കെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും അതുകൊണ്ടാണ് ഉഷൻ എന്നുള്ളതുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഹാ വൈ എന്നുള്ളത് പ്രസിദ്ധാർത്ഥകമായിട്ടുള്ള ദ്യോതകമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മകന് തനിക്കുള്ള പേരും പ്രശസ്തി അല്ലെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ ആളുകൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അത്ര പ്രശസ്തനല്ല. അപ്പോൾ കുറച്ച് പ്രശസ്തിയൊക്കെ ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അതിനിപ്പോൾ എന്താ ഇനി ചെയ്യുക? അങ്ങനെ ലോകത്തുണ്ടാകാറുണ്ടല്ലോ, ഇത്തിരി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം, പൊതുവേദിയിൽ വെച്ച് തന്നെ ഒന്ന് ആദരിച്ചേക്കാം. അതാരാ പറഞ്ഞത്? താൻ തന്നെയാണ് പറഞ്ഞത് തന്നെ ആദരിക്കണം എന്നുള്ളത്. അതിന് വേണമെങ്കിൽ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ആഗ്രഹമുള്ളവനായിട്ടുള്ള നമ്മുടെ നചികേതസിൻ്റെ പിതാവ് അപ്പോൾ പലരോടും അന്വേഷിച്ചു അതിനിപ്പോൾ എന്താ നല്ലതെന്ന് ചോദിച്ചു. ചെറുതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോഴാണ് പറഞ്ഞത് വിശ്വജിത്ത് എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടൊരു യാഗമുണ്ട്. ആ യാഗം നടത്തിക്കഴിഞ്ഞാൽ സ്വർഗപ്രാപ്തി അതിൻ്റെ ഫലമുണ്ട്. മാത്രമല്ല എവിടെ പോകുമ്പോഴും പറയും വിശ്വജിത്ത് യാഗം നടത്തിയ ആളാണാ പോകുന്നത്, പ്രശസ്തനാവും. ഒന്നാ പിന്നെ അത് തന്നെ നടത്തിയേക്കാം, കുറവൊന്നും വേണ്ട എന്നുള്ളത് അദ്ദേഹവും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം യാഗത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ആ വിശ്വജിത്ത് യാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവസ്വദാനമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്യും. അതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത. അങ്ങനെയുള്ള സർവവേദസം ദത്തോ സർവസ്വദാനം ചെയ്യുന്നതായ ആ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നു. തസ്യഹ നചികേത നാമ പുത്ര ആസ. അദ്ദേഹത്തിന് നചികേതസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. പുത്രനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, അധിക പ്രായമൊന്നുമില്ല. കുമാരം എന്നാണ് പറയുന്നത്. കുമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് എന്ന് ഏകദേശം പറയുന്നു, ചെറിയ പ്രായം. അതുകൊണ്ട് ഭാഷ്യകാരനായുള്ള അദ്ദേഹം പറയും കുമാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂടി എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. പ്രഥമ വയസ്സം സന്തം അപ്രാപ്ത പ്രജനന ശക്തിയും. ആദ്യ പ്രായമാണ് പ്രഥമ വയസ്സം, 5 വർഷം എന്നുള്ളതൊരു ഏകദേശം പറയണു. ഇനി 5 വയസ്സ് തന്നെയാണോ കൃത്യമായിട്ട് കണക്കുന്നത്? അപ്രാപ്ത പ്രജനന ശക്തിയും, അത്രയേ ഉള്ളൂ അല്ലേ? വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാനുള്ള പ്രായമായിട്ടില്ല, അതിൽ താഴെയുള്ളതാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും സാധിക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള ഈ കുഞ്ഞ് അവിടെയുണ്ട്. തംഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാനാസു ശ്രദ്ധാവിവേശ സോ അമന്യത. അങ്ങനെയുള്ള ആ കുഞ്ഞ് ഇതെല്ലാം കാണുന്നുണ്ട്. അച്ഛൻ ഈ യജ്ഞം നടത്തുന്നു,
വലിയ വിശേഷമായിട്ടുള്ള യജ്ഞമാണ്. ഇതൊക്കെ കുഞ്ഞ് ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിക്കാണുന്നുണ്ട്. അവർ വലിയ സന്തോഷമൊക്കെ തോന്നി. കാരണം തൻ്റെ അച്ഛൻ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു യജ്ഞമൊക്കെ നടത്തുകയല്ലേ. പക്ഷേ ആ യജ്ഞത്തിൽ ദക്ഷിണാസു നീയമാനാസു, ദക്ഷിണ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിട്ടുള്ള പശുക്കളെയൊക്കെ കണ്ട സമയത്ത് ശ്രദ്ധ ആവിവേശ, ആ കുഞ്ഞിന് ശ്രദ്ധ ഉണ്ടായി. ആ ശ്രദ്ധ ഈ കുഞ്ഞിനെ പിടികൂടി എന്നുള്ളതാണ്. കാരണം എപ്പോഴും ശ്രദ്ധയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത് പറയും. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കൂ. ശ്രദ്ധയാ ദേയം, ശ്രദ്ധയോടു കൂടിയിട്ട് മാത്രമേ ഒരു കാര്യം ദാനം ചെയ്യാൻ പാടുള്ളൂ. അശ്രദ്ധയാ അദേയം, ശ്രദ്ധയില്ലാതെ ആസ്ഥയില്ലാതെ ഒരിക്കലും കൊടുക്കരുത്. അലക്ഷ്യമായിട്ട് ഒരു കാര്യവും ഒരാൾക്ക് കൊടുക്കരുത് എന്നൊക്കെ ശ്രദ്ധയ്ക്ക് വളരെയധികം മാഹാത്മ്യം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഈ കുഞ്ഞിന്, നചികേതസ്സിന് ശ്രദ്ധ ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളത് ഇനി പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഋത്വിക്കുകൾക്ക് ദാനം കൊടുക്കണം, സർവസ്വദാനമാണല്ലോ, എല്ലാം കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർവസ്വദാനത്തിന് ഋത്വിക്കുകൾക്ക് യജ്ഞത്തിന് ദാനം കൊടുക്കാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. ദാനം കൊടുക്കണമെന്നുള്ളത് യജമാനന് നിർബന്ധമുള്ള കാര്യമാണ്. ഇന്നത്രയും ദാനം കൊടുക്കാം എന്നുള്ളത് യജമാനൻ മുൻപേ പ്രതിജ്ഞ ചെയ്യും. ഈ ദാനം വാങ്ങിക്കാം എന്നുള്ളത് ഋത്വിക്കുകളും പ്രതിജ്ഞ ചെയ്യും. കാരണം യജ്ഞത്തിൻ്റെ എപ്പോഴാണോ യജ്ഞം പൂർത്തിയാകുന്നത് ആ സമയത്ത് ഋത്വിക്കുകൾ ദക്ഷിണ വാങ്ങിക്കുമ്പോഴാണ് യജമാനന് പൂർണ്ണമായിട്ട് അതിൻ്റെ പുണ്യം ലഭ്യമാകുന്നത്. കാരണം യജമാനനല്ല യജ്ഞം ചെയ്യുന്നത്, ഋത്വിക്കുകളാണ് യജ്ഞം ചെയ്യുന്നത്. കർമ്മത്തിൻ്റെ ഫലം ആർക്കാ കിട്ടുക? കർത്താവിനാണ് കിട്ടുക, അല്ലേ? കർമ്മം ആരാണോ ചെയ്യുന്നത് അദ്ദേഹത്തിനാണ് കർമ്മത്തിൻ്റെ ഫലം കിട്ടുക, അല്ലേ? കർത്താവിനാണല്ലോ കർമ്മത്തിൻ്റെ ഫലം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ യാഗം ചെയ്തതാരാ? ഋത്വിക്കുകളാണ്. അപ്പോൾ ഋത്വിക്കുകൾക്കാണ് അതിൻ്റെ ഫലം കിട്ടേണ്ടത്. അപ്പോൾ ഈ ഋത്വിക്കുകൾ ചെയ്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം യജമാനൻ ദക്ഷിണ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, തൻ്റേതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണ എന്നുള്ളത് അതിൻ്റെ ഒരു അംഗമാണ് എന്ന് പറയുന്നത്. ദക്ഷിണ എന്തെങ്കിലും കൊടുത്താലും പോരാ, അതിന് തുല്യമായിട്ടുള്ള, ആ കർമ്മത്തിന് തുല്യമായിട്ടുള്ള ദക്ഷിണയാണ് നൽകേണ്ടത്. അപ്പോഴേ അതിൻ്റെ ഫലം പൂർണ്ണമായി യജമാനന് ലഭ്യമായി തീരും. അങ്ങനെ ഋത്വിക്കുകൾക്കൊക്കെ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പശുക്കളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ധാരാളം പശുക്കളുണ്ട്. കാരണം പണ്ട് സമ്പത്തൊക്കെ പശുക്കളും മറ്റുമായിരുന്നു. അപ്പോൾ ആ പശുക്കളെ കണ്ടതോടു കൂടിയിട്ടാണ് ഈ കുമാരനായിരിക്കുന്ന നചികേതസ്സിന് ശ്രദ്ധയുണ്ടായത്. ആ കുഞ്ഞ് വിചാരിച്ചു, അമന്യത വിചാരിച്ചു എന്ന് പറഞ്ഞുവല്ലോ. എന്താ വിചാരിച്ചത്? പീതോദഗാ ജഗ്ധതൃണ ദുഗ്ധദോഹാ നിരിന്ദ്രിയാഃ അനന്താനാമതേ ലോകാൻ സ്ഥാൻ സഗച്ഛതി താദദത്. തൻ്റെ അച്ഛൻ ഈ കൊടുക്കാൻ പോകുന്നതായ പശുക്കളെ കണ്ടപ്പോൾ ആ കുഞ്ഞ് വിചാരിക്കാൻ തുടങ്ങി, എന്താ ഈ പശുക്കളുടെയൊക്കെ പ്രത്യേകത? കുഞ്ഞ് നന്നായിട്ട് നോക്കി. പീത ഉദക, വെള്ളം കുടിച്ച പശുക്കളാണ്. വെള്ളം കുടിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞ പശുക്കളെയല്ല കൊടുക്കേണ്ടത്. അതും ശരിയാണ്. ജഗ്ധതൃണ, പുല്ലും തിന്നിട്ടുണ്ടേ, മോശമായിട്ടാണ് പറയേണ്ടത്. ദുഗ്ധദോഹ, പാല് കറന്ന പശുക്കളാണ്. ആ പാല് കറന്ന അകിടൊക്കെ കാലിയായി അങ്ങനെ ഉഷാറായിട്ടുള്ള, അല്ലേ, നിറഞ്ഞ അകിടോടുകൂടി നിന്ന് കഴിഞ്ഞാൽ പശുവിന് ബുദ്ധിമുട്ടാണ്. അതിനാണ് കുഞ്ഞിനെ കുടിപ്പിക്കുക, പാല് കറന്നെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സമാധാനമാവും. അപ്പോൾ ഇവിടെ അത് വേറൊരർത്ഥത്തിലാണ് പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പീതോദക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ജീവിതത്തിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു, ഇനി അതിനെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല, ആ നിലയിലായിട്ടുണ്ട് എന്നതാണ്. പീതോദകാഹ ഇത്യാദിന പീതം ഉദകം യാഭിഹി താ പീതോദകാഹ. ജീവിതത്തിൽ കുടിക്കാനുള്ള ലിറ്റർ കണക്കിനുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു, ഇനി അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്താൽ പോലും കുടിക്കാനുള്ള ശേഷി മരിക്കാറായിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെയുള്ള പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ളത്. ജഗ്ധതൃണാഹ, ജഗ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച്, ഭക്ഷണം തൃണം യാഭിഹി താ ജഗ്ധതൃണഃ എന്ന് ഭാഷ്യകാരൻ പറയും. പുല്ല് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു, ഇനി അതിനെ ചവയ്ക്കാനോ അയവെട്ടാനോ പോലും സാമർഥ്യമില്ലാത്തതായിട്ടുള്ള ആരെങ്കിലും 4 പേര് പിടിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കും. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള പശുക്കളെയാണ്
ദാനത്തിന് കൊടുക്കുന്നത്. ദുഗ്ധദോഹാഹ, പാല് കറന്ന് സന്തുഷ്ടിയോടുകൂടി നിൽക്കുന്ന പശുക്കളല്ല, മറിച്ച് ദുഗ്ധോ ദോഹ ക്ഷീരാക്യോ യാസാം താ ദുഗ്ധദോഹാഹ, പാല് ഇനി അത് പ്രസവിക്കുക പാലുണ്ടാവുക എന്നുള്ള പ്രതീക്ഷകൾ വേണ്ട അങ്ങനത്തെ പശുക്കളാണ് കൊടുക്കുന്നത്. മാത്രമല്ല നിരിന്ദ്രിയാഹ അപ്രജനന സമർത്ഥാഹ, ഇനി പ്രസവിക്കാനുള്ള ശേഷിയില്ല. ഇങ്ങനെയുള്ള പശുക്കളെ കിട്ടിയിട്ട് എന്ത് പ്രയോജനമുള്ളത് അല്ലേ? അപ്പോൾ കുറച്ച് നല്ല പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിലുള്ളതിന് ഏറ്റവും മോശമായിട്ടുള്ള പശുക്കളെ കൊണ്ടുവന്ന് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. സർവസ്വദാനം നേരത്തെ പറഞ്ഞുവല്ലോ, ആളുടെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തിരി പേരും പ്രശസ്തി ഉണ്ടാവണം എന്നുള്ളതാണ്. അതിപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതും ഈ കുഞ്ഞ് കണ്ടു, ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മാറ്റിവെച്ചതായിട്ടുള്ള നല്ല പശുക്കളും ദാനത്തിന് വേണ്ടി കൊണ്ടുവന്നതായിട്ടുള്ള മോശമായ പശുക്കളെയും കണ്ടപ്പോഴാണ്, നിഷ്കളങ്കരായതുകൊണ്ടാണ് ആ കുഞ്ഞ്, കുട്ടികൾക്ക് മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ട്, അപ്പോൾ ആ കുഞ്ഞ് ചിന്തിക്കുകയാണ്, അനന്താനാമത്തെ ലോകാൻ താൻ സഗച്ഛതി താദദ. ഈ ദാനം ചെയ്തു കഴിഞ്ഞാൽ, ദാനം എപ്പോഴും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്, പുണ്യം ഉണ്ടാക്കുന്നതാണ് ദാനം. എന്നാൽ കുൽസിതമായിട്ടുള്ള ദാനമാണെങ്കിൽ, ദാനം എപ്പോഴും ദാതാവിന് ഉപകാരപ്രദമായിട്ടുള്ള വസ്തുക്കളെയാണ് നൽകേണ്ടത്. എന്നാൽ അതിന് പകരം തൻ്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി വാങ്ങിക്കുന്നവന് ഒരു ഉപകാരം ഇല്ല എന്ന് മാത്രമല്ല, ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ദാനം നൽകിക്കഴിഞ്ഞാൽ അത് നരകപ്രാപ്തിക്ക് ഹേതുവായി തീരും എന്നുള്ളതാണ്. പുണ്യമല്ല ഉണ്ടാവുക, നരകപ്രാപ്തിക്കാണ് അത് കാരണമായി തീരുക. കാരണം വെള്ളം കുടിക്കാൻ സാധിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, ഒന്നും സാധിക്കാത്ത ഈ പശുക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കൊണ്ടുപോയ ആൾ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് അയാൾ ഈ തന്ന ആളെ ശപിക്കും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രയോജനമായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അനന്താനാമലത്തെ ലോകാഹ, യാതൊരു ആനന്ദവുമില്ലാത്തതായ ലോകത്തെയാണ് പ്രാപിക്കുക. ആനന്ദമില്ല എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാകുന്ന, അത് നരകസ്ഥാനങ്ങളാണ്. അങ്ങനെയുള്ള ലോകത്തെയാണ് ഇയാൾ പ്രാപിക്കുക. അനാനന്ദാഹ അസുഖനാമാനഹ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നു. ഇത് കണ്ടതോടുകൂടിയിട്ട് കുഞ്ഞിന് വലിയ വിഷമം തോന്നുകയാണ്. തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ ഈ കുഞ്ഞിനുണ്ടായി. പക്ഷേ നേരിട്ട് പോയി പറയാൻ സാധിക്കില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്. സഹോവാച പിതരം തതഃ കസ്മൈ മം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ ത്വാ ദദാമീതി. സഹോവാച, അങ്ങനെയുള്ള ആ നചികേതസ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തതഃ കസ്മൈ മം ദാസ്യസി ഇതി. തത ശബ്ദം സംസ്കൃതത്തിൽ അച്ഛനെയും മകനെയും വിളിക്കാൻ ഉപയോഗിക്കാറുള്ളൊരു ശബ്ദമാണ്. തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത എന്നുള്ളതാണ്. താതൻ എന്നുള്ളത് നമുക്കറിയാം, അച്ഛനെ വിളിക്കാറുള്ളതാണ്. താതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ മകനെയും സംബോധന ചെയ്യാറുണ്ട്, താത, വത്സ എന്നുള്ള അർത്ഥത്തിൽ. ഉണ്ണി എന്ന് വിളിക്കാറില്ലേ നമ്മുടെയൊക്കെ. അപ്പോൾ ആ രീതിയിൽ സംസ്കൃതത്തിൽ താത ശബ്ദം കൊണ്ട് മകനെ സംബോധന ചെയ്യാറുണ്ട്. വളരെ വാത്സല്യത്തോടു കൂടി വിളിക്കുന്നതാണ് താത എന്നുള്ളത്, ഉണ്ണി എന്ന് വിളിക്കുന്നത്. അച്ഛനെ പിന്നെ നമുക്കറിയാം, ഹേ താത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ സംബോധന ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ അച്ഛനെ വാത്സല്യത്തോടു കൂടി കുഞ്ഞു വിളിക്കുന്നു, ഹേ താത കസ്മൈ മം ദാസ്യസീതി. അല്ലേ, ഈ സർവസ്വദാനം ചെയ്യണം എന്നല്ലേ ഈ യജ്ഞത്തിൻ്റെ, വിശ്വജിത്ത് യജ്ഞത്തിൽ പറയുന്നത്. അപ്പം അങ്ങയുടെ ഒരു സമ്പത്ത്, ഞാനും അങ്ങയുടെ ഒരു സമ്പത്താണല്ലോ മകൻ, എന്നെ ആർക്കാണ് ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം ചോദിച്ചു, അദ്ദേഹം അത് വിട്ടു. പക്ഷേ ദ്വിതീയം തൃതീയം വീണ്ടും വീണ്ടും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും ദേഷ്യം വന്നു. നമുക്കൊക്കെ ദേഷ്യം വരുന്നത് പോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവിലൊന്നും നല്ലതല്ല വരിക, അല്ലേ? അത് യോഗ്യമായിട്ടുള്ള ആരാണെങ്കിലും ശരി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേശകാല സമയങ്ങളൊക്കെ നമ്മൾ മറക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വന്നതായിട്ടുള്ള നമ്മുടെ നചികേതസിൻ്റെ പിതാവും ഉടനെ പറഞ്ഞു, മൃത്യുവേത്വാ ദദാമി, ഞാൻ നിന്നെ മൃത്യുവിനാണ് കൊടുക്കുന്നത്, നിന്നെ ഞാൻ കാലിന് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളത് ദേഷ്യത്തിൽ പറഞ്ഞു. അതത് കഴിഞ്ഞു പറഞ്ഞു, അതങ്ങനെ ദേഷ്യം വന്നതോടുകൂടി പറഞ്ഞു. പക്ഷേ ഈ കുട്ടി അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി.
ബഹൂനാമേമി പ്രഥമോ ബഹൂനാമേമി മധ്യമഃ കിം സിത് യമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യതി. അച്ഛൻ ചിലപ്പോൾ ആ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും മൃത്യവേത്വാ ദദാമീതി. അല്ലാതെ ആരെങ്കിലും മക്കളെ യമനു കൊടുക്കൂ അല്ലേ? നേരെ മരണത്തിന്. കാരണം എല്ലാവർക്കും മരണത്തെ ഭയമാണ്. അപ്പം തൻ്റെ മകനെ മരണത്തിന് കൊടുക്കുക എന്നുള്ളത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് പലരും, പക്ഷേ അങ്ങനെ ഒരിക്കലും പറയരുതെന്നുള്ളതാണ്. അപ്പോൾ ഏതാണെങ്കിലും ഈ കുഞ്ഞ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല. ബഹൂനാമേമി പ്രഥമഃ. ഒരുപാട് പേരെ ശിഷ്യന്മാരെയോ മറ്റുള്ളവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പലരുടെയും കൂട്ടത്തിൽ ഞാൻ ഉത്തമനായിട്ടുള്ള ഒരാളാണ്. എന്നാൽ അങ്ങനെ ഉത്തമന്മാരെ കുറേ പേരെടുത്തു കഴിഞ്ഞാലോ ബഹൂനാമേമി മധ്യമഃ. അതിൽ ഞാനൊരു മധ്യമനാണ് അല്ലേ? ഒരുപാട് ഉത്തമരായിട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കുറവുകളൊക്കെ എനിക്കും ഉണ്ടാവും. അതിൽ ഞാനൊരു മധ്യമനാണ്. അവരിലേക്കാളും ഉത്തമനായിട്ടുള്ള ശീലങ്ങളൊന്നും ചിലപ്പോൾ എനിക്കില്ലായിരിക്കാം. എന്നാലും ഞാനൊരിക്കലും ഒരു അധമനായിട്ടില്ല. അപ്പം ആരായി ഉത്തമൻ മധ്യമൻ എന്നൊക്കെ ഇപ്പം എങ്ങനെ തീരുമാനിക്കുക? അതിന് പറയുന്നുണ്ട്, ഉത്തമരായിട്ടുള്ള സന്താനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമശ്ചിന്തിതം കുര്യാത്. മാതാപിതാക്കളുടെ മനോഗതത്തെ, മാതാപിതാക്കളുടെയോ ഗുരുനാഥൻ്റെയോ മനസ്സിനെ അറിഞ്ഞ് സമയാസമയത്ത് അവരുടെ മനസ്സിലാക്കി കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ളവരാണ് ഉത്തമരായിട്ടുള്ള സന്താനങ്ങൾ. പറയേണ്ട ആവശ്യമില്ല, ആ സമയത്തെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നവരാണ് ഉത്തമൻ എന്ന് പറയുന്നത്. ഉത്തമഃ ചിന്തിതം കുര്യാത്. ഗുരുനാഥനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് അതിന് മനസ്സിലാക്കി ചെയ്യാൻ കഴിയാവുന്ന ആൾ. മധ്യമനായിട്ടുള്ളതാണെങ്കിൽ പ്രോക്ത കാര്യത്തു മധ്യമ. പറഞ്ഞാൽ ചെയ്യും, പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, പറയണം എന്നുള്ളതാണ്. പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ്, അനുസരണാശീലമുള്ളവനാണ് മധ്യമനായിട്ടുള്ള ആൾ. അധമഃ അശ്രദ്ധയാ കുര്യാത്. അപ്പം അധമരായിട്ടുള്ള മക്കളോ ശിഷ്യരോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യും, ചെയ്യാതിരിക്കൊന്നുമില്ല. അശ്രദ്ധയാ കുര്യാത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോരും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല, നീ ചെയ്യാണ്ടിരുന്നിട്ട് അതിൻ്റെ ഒരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് അശ്രദ്ധയോട് കൂടിയിട്ട്, ശ്രദ്ധയില്ലാതെ വികലമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടി വരും. അതാണ് അധമൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നചികേതസ് പറയുന്നത്, ഞാനൊരിക്കലും അധമനായിട്ടുള്ളൊരു ശിഷ്യനോ മകനോ ആയിട്ടില്ല. ചിലപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ടാകാം, എന്നാലും പറയുന്ന സമയത്ത് അത് ശ്രദ്ധയോട് കൂടിയിട്ട് അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്ത് കാര്യത്തിനായിരിക്കാം അച്ഛൻ എന്നെ യമന് കൊടുക്കുന്നു തീരുമാനിച്ചത്. ഇഷ്ടമില്ലാത്ത ഒരാളല്ലേ യമനൊക്കെ കൊടുക്കുക. കാലന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള ഒരാളെയൊന്നും കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യം? മാത്രമല്ല, തന്നെ കൊണ്ട് ഇനി യമൻ എന്തായിരിക്കും പ്രയോജനം ഉണ്ടാവുക? ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാവും. എന്നാൽ യമൻ എന്തായിരിക്കും തന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലും, ഇപ്പോൾ കഠോപനിഷത്തിലെ പ്രത്യേകത, മന്ത്രങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല മന്ത്രങ്ങളും പരസ്പരം ചേർച്ചകളില്ലാതെയാണ് പോകുന്നത്. കാരണം അതവിടെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിൽ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചതായിട്ടുള്ള ആ കുട്ടി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ചെറിയൊരു പശ്ചാത്താപമൊക്കെ തോന്നി. പലപ്പോഴും അങ്ങനെയാണല്ലോ, കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്കിതിനെക്കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാവും. നേരത്തെ പറഞ്ഞു ദേഷ്യത്തോടു കൂടിയിട്ടാണ് നചികേതസിൻ്റെ പിതാവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, അയ്യോ താനിപ്പോൾ എന്താ പറഞ്ഞത്? തൻ്റെ മകനെ മൃത്യുവിന് കൊടുക്കുന്നുള്ളതോ, മരണത്തിന് കൊടുക്കുന്നു? അയ്യോ കഷ്ടമായിപ്പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും സങ്കടമുണ്ടായി. കാരണം വാക്ക് പറഞ്ഞുപോയി. വാക്ക് സത്യമായിട്ടുള്ളതാണ്, വാക്ക് അഗ്നിയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കിന് താനിനി എന്തു ചെയ്യും എന്ന് വിചാരിച്ച് ആലോചനാമഗ്നനായി നിൽക്കുന്നതായ പിതാവിൻ്റെ അടുത്തേക്ക് കുട്ടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അനുപശ്യയഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യഃ പശ്യതേ സസ്യമിവാജായതേ പുനഃ. അനുപശ്യ, ആലോചയ,
ഹേ അച്ഛ, അങ്ങ് ആലോചിക്കൂ. യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ. യഥാ പൂർവേ, പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്നതിനെ ആലോചിക്കൂ എന്ന് പറയുന്നു. കാരണം തൻ്റെ മകൻ, വാത്സല്യഭാജനമായിട്ടുള്ള മകനെയാണ് മരണത്തിന് കൊടുക്കുക എന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത്. അതിനെ മാറ്റിയാലോ? മരണത്തിന് കൊടുക്കാൻ ഇഷ്ടമില്ല. അപ്പം അതിനെ കൊടുക്കാതിരുന്നാലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പുത്രനായിട്ടുള്ള നചികേതസ് അവിടെ ചെന്ന് പറയുന്നത്, അനുപശ്യ യഥാ പൂർവേ, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യത്തെ അങ്ങ് ഓർക്കൂ. കാരണം സത്യത്തെ പരിപാലിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ പൂർവികർ. ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ മാറ്റാത്തവരാണ്. അതുകൊണ്ട് പൂർവേ അതിക്രാന്താഹ പിതൃപിതാമഹാദയ, അങ്ങയുടെ അച്ഛനോ നമ്മുടെ മുത്തശ്ശനോ അല്ലെങ്കിൽ പിതാമഹന്മാരെല്ലാവരും സത്യത്തിൽ നിഷ്ഠയുള്ളവരായിരുന്നു, വാക്ക് പാലിച്ചിരുന്നവരായിരുന്നു. അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ പൂർവികർക്ക് പോലും കളങ്കമുണ്ടാവും. അതുകൊണ്ട് പൂർവികരുടെ വൃത്താന്തത്തെ അങ്ങ് ഓർക്കൂ. അനുപശ്യ, അതുപോലെ തന്നെ പ്രതിപശ്യ തഥാപരേ, വർത്തമാനകാലീനം അപരേ. പൂർവ്വകാലത്തുള്ള ആളുകളുടെ കാര്യത്തെ പറഞ്ഞു. പൂർവികരാണെങ്കിലും ശരി, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ആചാരം എന്നുള്ളത്, മുൻപുണ്ടായിരുന്നത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാലിക്കുക എന്നുള്ളത്, ഇത് പൂർവ്വകാലത്ത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. തഥാ അപരേ വർത്തമാനേഷ്വപി, വർത്തമാനകാലത്തും അങ്ങനെ തന്നെയാണ്. യോഗ്യരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ എന്ന് പറയപ്പെടുന്നത് വാക്ക് പാലിക്കുന്നവരാണ്. സാധവഃ യഥാ വർത്തന്തെ, വർത്തമാനകാലത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ തേഷു മൃഷാകരണം വൃത്തം, അവരിലൊരിക്കലും വാക്ക് മാറ്റുക എന്നുള്ളതായ ഒരു പ്രവൃത്തി, കളവ് പറയുക എന്നുള്ളതായ ഒരു പ്രവൃത്തി അവർക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സത്കീർത്തി ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഈ കാലത്തുള്ള ആളുകളെയും ശ്രദ്ധിക്കൂ. ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊക്കെ വാക്ക് പാലിക്കുന്നവരാണ്. മാത്രമല്ല സസ്യമിവ മർത്യ പച്യതേ. അവിടെ ആചാര്യസ്വാമി ഭാഷ്യത്തിൽ ചേർക്കുന്നതായിട്ടുള്ള വാക്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്. കഠോപനിഷത്തിൻ്റെ ഒക്കെ ഭാഷ്യം വളരെ സുന്ദരമായിട്ടുള്ളതാണ്. എന്നുവെച്ച മൃഷാകൃത്തോ കസ്യ അജരാമരോ ഭവതി. കളവ് പറഞ്ഞിട്ടെന്താ 1000 കൊല്ലം ജീവിക്കാൻ പോകണമെന്നുള്ളതാണ് ചോദ്യം, അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ കാര്യങ്ങൾ നേടാൻ വേണ്ടി പലതും പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ ഭൂലോകം മുഴുവൻ നേടിയെടുക്കാൻ സാധിക്കുമോ? ഇനി നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കളവ് പറഞ്ഞ് കുറേ സമ്പത്ത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വെക്കുക, ഈ സമ്പത്ത് നിങ്ങൾക്ക് എത്ര കാലം നേടിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും? 1000 കൊല്ലം നിങ്ങൾക്ക് ഈ സമ്പത്തും അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ? ഇനി അടുത്തത് പറയുന്നുണ്ട്, ശോഭാവോ മർത്യസയതന്തകൈതത്. നാളെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പം അവസാനം ഇതിന് ബാക്കിയാവുന്നത് എന്താണ്? ഈ കളവും അധർമ്മവും ചെയ്തതായിട്ടുള്ള ആ പാപഫലം മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ. പൂർവികരും വർത്തമാനത്തിലുള്ള ആളുകളൊക്കെ ചെയ്തിരുന്ന സത്കർമ്മങ്ങളെ, സജ്ജനങ്ങളുടെ പ്രവർത്തികളെ അങ്ങ് ആലോചിക്കൂ, അതിനെ പിന്തുടരാൻ ശ്രമിക്കൂ. അതുകൊണ്ട് മൃഷ, കളവ് പറയുക എന്നുള്ളതിനെ ഒഴിവാക്കൂ. സസ്യമിവ മർത്യ പച്യതേ സസ്യമിവാജായതേ പുനഃ. ലോകത്ത് നോക്കിക്കഴിഞ്ഞാലും മനുഷ്യരെന്നുള്ളത് സസ്യമിവ പച്യതേ എന്നുള്ളതാണ്. എപ്രകാരമാണോ ചെടികൾ, നെല്ലൊക്കെ മുളച്ചു വരുന്നു, അതങ്ങനെ വലുതായി വരുന്നു, അതിൽ വിത്തുണ്ടാവുന്നു, നെല്ലുണ്ടാവുന്നു, ക്രമേണ അത് ജീർണിക്കുന്നു, അവസാനം കൊഴിഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. എല്ലാം അങ്ങനെയാണ്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? നമ്മുടെ യൗവനാവസ്ഥ, ബാല്യാവസ്ഥ ഉണ്ടാവുന്നു, ബാല്യം, കൗമാരം, യൗവനം, പിന്നീട് അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു, ജരാനരകളൊക്കെ ഉണ്ടാകുന്നു, അവസാനം മരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണല്ലോ എല്ലാവരുടെയും അവസ്ഥ. എപ്രകാരമാണ് ഒരു സസ്യം ഉണ്ടായി വളർന്ന് അത് പിന്നീട് ക്ഷയിച്ച് നശിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. മർത്യ പച്യതേ സസ്യമിവ അജായതേ പുനഃ. മരിച്ചു കഴിഞ്ഞാലോ എപ്രകാരമാണോ വീണ്ടും മുളച്ചു വരുന്നത്, അതുപോലെ തൻ്റെ കർമ്മഫലങ്ങളുമായിട്ട് മനുഷ്യൻ വീണ്ടും ജനിച്ചു വരുന്നു. ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജന്മമരണങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് എന്തിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളവ് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ തൻ്റെ വാക്ക് പാലിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് അച്ഛ, അങ്ങ് തീർച്ചയായിട്ടൊരു വാക്ക് പറഞ്ഞതല്ലേ, ഞാനതിനെ പാലിക്കാൻ സന്നദ്ധനാണ്, അച്ഛനും അതിനെ പാലിക്കാൻ തയ്യാറാകണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ്
പിന്നീട് അടുത്ത മന്ത്രത്തിലേക്ക് തുടങ്ങുന്നത് യമലോകത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലിടയ്ക്ക് കുഞ്ഞ് യമലോകത്തേക്ക് പോയി തുടങ്ങിയിട്ടുള്ളത് മുഴുവൻ അതിലൂടെ അന്തർഭൂതമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നവിടെ പറയുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനോട് അനുമതി വാങ്ങിച്ച് നചികേതസ് നേരെ യമലോകത്തേക്ക് പോയി എന്നുള്ളതാണ്. എങ്ങനെ പോയി എന്നുള്ളതൊന്നും ഉപനിഷത്തിൻ്റെ വിഷയമല്ല, അല്ലേ? അതൊരു ചോദ്യമുണ്ടാവും, എങ്ങനെയാണോ പോയത്? കാരണം ഉപനിഷത്തിലെ ഈ കഥകൾക്കല്ല പ്രാധാന്യമുള്ളത്. നചികേതസ് ശരീരത്തോടു കൂടിയിട്ടാണോ പോയത്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടാണോ പോയത് എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ലാത്തത് കൊണ്ടാണ് പ്രതിപാദിക്കാത്തത്. ഒരു ആഖ്യായിക ഇതിന് തത്വത്തെ പറയാൻ വേണ്ടി രൂപപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രാധാന്യം കിടക്കുന്നത് ഇനി നചികേതസിനോട് യമൻ കൊടുക്കുന്ന ഉപദേശത്തിനാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അതൊന്നും അത്ര പ്രസക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏത് നിലയ്ക്കാണെങ്കിലും ശരി, അദ്ദേഹം അവിടുന്ന് പോയി. സത്യതായൈ പ്രേഷയാമാസഹ, അങ്ങനെ തൻ്റെ വാക്കിൻ്റെ സത്യതയ്ക്ക് വേണ്ടി ഈ നചികേതസിനെ യമലോകത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത്. ഇപ്പം യമലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ താമസിക്കുന്ന, യമൻ ദേവനാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ സ്ഥാനത്താണ് യമനുള്ളത്. അതിനി അടുത്ത മന്ത്രങ്ങളിൽ നമുക്ക് വ്യക്തമാവും. അവിടെ പറയുന്ന സമയത്ത് നചികേതസും യമനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ യമൻ ദേവനാണ്. അതുകൊണ്ട് തന്നെ ദേവസ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. അവിടെ നിന്ന് ജീവന്മാരെ പല സ്ഥലത്തേക്കും വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണെങ്കിലും യമഭവനത്തിൽ നമ്മുടെ നചികേതസ് എത്തി. നചികേതസ് എത്തിയ സമയത്ത് യമനാണെങ്കിലോ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. കാര്യാന്തരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എവിടേക്കോ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. 3 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. താമസിക്കേണ്ടി വന്നു. വൈശ്വാനര പ്രവിശത്യതിഥിർബ്രാഹ്മണോ ഗൃഹാൻ തസ്സീതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് യമൻ തിരിച്ചു വന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ യമം അമാത്യ ഭാര്യാവാ ഊച്ചുഹു, യമൻ്റെ ഭൃത്യന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്നിയോ യമനോട് പറയുകയാണ്, ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നിട്ടുണ്ട്, 3 ദിവസമായി വന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിഥിയാണ് വന്നിട്ടുള്ളത്. അതിഥി അഗ്നിയാണ്. അതിഥിയെ സൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിഥിയെ തൃപ്തിപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ ആ ഗൃഹസ്ഥൻ്റെ സകല പുണ്യങ്ങളും അപഹരിക്കുമെന്നുള്ളതാണ്. ഏതൊരു അതിഥിയാണോ വീട്ടിൽ വന്ന് അദ്ദേഹം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാൻ സാധിക്കാതെ നിരാശനായിട്ടൊരു ഗൃഹത്തിൽ നിന്ന് ഒരു അതിഥി പോകുന്നത്, ആ ഗൃഹസ്ഥൻ്റെ സകല പുണ്യങ്ങളും അപഹരിച്ചു കൊണ്ടാണ് പോകുന്നത്. അത് യമൻ്റെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിഥിയുടെ മഹത്വം എത്രയുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആ ശാന്തിക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ തൃപ്തനാക്കാൻ വേണ്ടി ഹര വൈവസ്വത ഉദകം, ഹേ വൈവസ്വത ഉദകം ആഹര എന്ന് പറയും. അദ്ദേഹത്തിന് കയ്യും കാലും കഴുകുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ജലം കൊണ്ടുവരൂ, അദ്ദേഹത്തിന് വേണ്ട പാദ്യാദികളൊക്കെ കൊടുക്കൂ, സൽക്കരിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സത്കരിക്കുകയാണ്. സത്കരിച്ച് ഇവിടെ യമൻ പിന്നീട് പറയുന്നുണ്ട്, ആശാപ്രതീക്ഷേ സംഗതം സൂനൃതാം ച ഇഷ്ടാപൂർത്തേ പുത്ര പശുശ്ച സർവാൻ ഏതദ്ഭൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. അദ്ദേഹത്തിൻ്റെ പാദോ പ്രക്ഷാളനാദികളൊക്കെ കഴിച്ച് ഇവിടെ യമൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആശാപ്രതീക്ഷേ സംഗതം സൂനൃതാം ച. ആശ എന്നുള്ളത് നമുക്ക് ജ്ഞാതമായിട്ടുള്ള വിഷയത്തിലുള്ളതായ ഒരു ആഗ്രഹത്തെയാണ് പറയുന്നത്. ആശ അതുപോലെ പ്രതീക്ഷ. ആശ എന്നുള്ളത് അജ്ഞാതമായിട്ടുള്ള, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിലാണ് ആശ എന്ന് പറയുന്നത്. ഉറപ്പുള്ളതിലാണ് പ്രതീക്ഷ. അനിർജ്ഞാതമായിട്ടുള്ള വസ്തുവിലുള്ള ആഗ്രഹത്തെ നമുക്ക് ആശ എന്ന് പറയും. നിർജ്ഞാതമായിട്ടുള്ളത്, അറിയാവുന്നത്, കയ്യിൽ കിട്ടിയിട്ടില്ല, അത് കിട്ടാനുള്ളതിന് പ്രതീക്ഷ എന്ന് പറയും, കാത്തിരിക്കും. അങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ഈ അതിഥി അദ്ദേഹത്തെ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ, സൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം ഈ അതിഥി കൊണ്ടുപോകുമെന്നുള്ളതാണ്. പുണ്യത്തിൻ്റെ ഫലം മുഴുവൻ കൊണ്ടുപോകും എന്നുള്ളത് ഇവിടെ യമൻ തന്നെ പറയുകയാണ്. ഏതൊരു ആളാണോ അതിഥിയാണോ വീട്ടിൽ വന്ന്
ഇവിടെ ഉപവസിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് അങ്ങ് തൃപ്തനായി എൻ്റെ പുണ്യത്തെ എനിക്ക് തിരിച്ചു നൽകണം, അതുകൊണ്ട് അങ്ങ് തൃപ്തനായി തീരണം, ശാന്തനായി തീരണം, അതിനുവേണ്ടി ഞാൻ അങ്ങേക്ക് 3 വരങ്ങൾ നൽകാം എന്നുള്ളതാണ്. 3 ദിവസമാണല്ലോ അങ്ങ് ഇവിടെ ഉപവസിച്ചത്. അതുകൊണ്ട് തിസ്രോ രാത്രി യഥാവാസീത് ഗൃഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർനമസ്യഃ. സാക്ഷാൽ യമൻ തന്നെ അതിഥിയായിട്ടുള്ള കുമാരനായിരിക്കുന്ന നചികേതസിന് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമസ്കാരം പറയുന്നു. അങ്ങ് 3 ദിവസം ഇവിടെ ഉപവസിച്ചതുകൊണ്ട് 3 വരങ്ങൾ ഞാൻ അങ്ങേക്ക് തരാം. നമസ്തേ അസ്തു ബ്രഹ്മൻ സ്വസ്തിമേ അസ്തു. പ്രാർത്ഥിക്കുകയാണ്. യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ വിവിധ രീതിയിലാണ്, ആകൃതിയിലാണ് മണ്ണുകൊണ്ട് അത് ഇഷ്ടകയുണ്ടാക്കാറുള്ളത്. അപ്പം അത് എത്ര എണ്ണം ഓരോന്നിനും വ്യത്യസ്തമാണ്, അതിൻ്റെ ആകൃതികൾ വ്യത്യാസമാണ്, അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രാഹ്മണങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ രീതിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നചികേതസ് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ സന്തോഷമായി. തം അബ്രവീത് പ്രിയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയഃ തവൈവ നാംനാ ഭവിതായ അഗ്നിഃ ശൃംഖാം ക്ഷേമാം അനേക രൂപാം ഗൃഹാണം. മുഴുവൻ അതേപോലെ തന്നെ തിരിച്ച് ആചാര്യനോട് പറഞ്ഞ് താൻ കേട്ട കാര്യങ്ങൾ, ഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി. ഒരു വരം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ പേരിൽ തന്നെ ഈ അഗ്നിയും അറിയപ്പെടും, നചികേതാഗ്നി എന്നുള്ളത് അറിയപ്പെടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വിശേഷമായിട്ടുള്ളൊരു മാലയും മറ്റുമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് അടുത്തതായിട്ടുള്ള വരം കൊടുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആരാണോ ഈ നചികേത അഗ്നി 3 പ്രാവശ്യം ചയനം നടത്തിയിട്ട് ഈ അഗ്നിവിദ്യയെ അറിഞ്ഞു ചെയ്യുന്നത്, ത്രിനാചികേതസ്ത്രിഭിരേത്യസന്ധിം ത്രികർമ്മകൃത്തരതി ജന്മമൃത്യു ബ്രഹ്മജജ്ഞം ദേവമീഡ്യം വിദിത്വാ നിചായേ മാം ശാന്തിമത്യന്തമേതി. ഈ നാചികേതാഗ്നെ 3 പ്രാവശ്യം വേണ്ട രീതിയിൽ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നത് അവർ ഈ ജന്മമൃത്യുവിനെയൊക്കെ അതിവർത്തിച്ച് അമൃതത്വത്തെ പ്രാപിക്കും എന്ന് പറയാം. ഈ അമൃതത്വം എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള മോക്ഷപ്രാപ്തിയല്ല, ഈ ലോകത്തെ അപേക്ഷിച്ചിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള അമൃതത്വം, സ്വർഗലോകത്തുള്ളതായിട്ടുള്ള ആ സന്തോഷത്തെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ സ്വർഗലോകം പ്രാപിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത സംശയത്തിലേക്ക് വരികയാണ്. 3ാമത്തെ വരം ഉണ്ടല്ലോ, 3ാമത്തെ വരം ചോദിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേ നായമസ്തീതി ചെയ്കേ ഏതദ്വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷവരസ്തൃതീയഃ. ഞാൻ ചോദിക്കുന്ന 3ാമത്തെ വരം എന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ഏയം പ്രേതേ, ഈ ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നു അസ്ഥി എന്ന് പറയുന്നു, ചിലർ നാസ്തി എന്ന് പറയും. മരിച്ചു കഴിഞ്ഞാലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. എന്നാൽ നിനക്കിതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. കാരണം നീയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അതാണ് ഞാൻ 3ാമത്തെ വരമായിട്ട് ചോദിക്കുന്നത് എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ യമൻ അതിന് നേരെ മറുപടി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയമണുരേഷ ധർമ്മഃ. ഹേ ഉണ്ണി നചികേതസേ, നിന്നോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. പക്ഷേ ദേവന്മാർ പോലും ഈ കാര്യത്തിൽ വളരെയധികം ഗൂഢമായിട്ടാണുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് നീ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അന്യം വരം നചികേതോ വൃണീഷു, വേറെ എന്തെങ്കിലും വരങ്ങൾ വാങ്ങിച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നചികേതസിൽ നിന്ന് കടുകിട പോലും മാറാൻ തയ്യാറല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, നചികേതസിൻ്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ വൈരാഗ്യം എന്നുള്ളത് കാണിക്കുന്നത്. ദേവൈരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോ എന്ന സുവിജ്ഞേയമാർത്ഥ. നല്ല കാര്യമായി. ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായ വിദ്യ അങ്ങാണെങ്കിൽ നന്നായിട്ട് അറിയുന്ന ഒരാൾ, ഞാനാണെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വന്നു, എന്നിട്ട് ഈ വിദ്യ അല്ലാണ്ട് പിന്നെ ഞാൻ വേറെ എന്താ ചോദിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നചികേതസിനോട് ചോദിക്കുന്നുണ്ട്. നചികേതസിനോട് പറയുന്നുണ്ട്, നചികേതസ് യമനോട് പറയുകയാണ്. നചികേതസിനോട് പറയുന്നു, ശതായുഷപുത്രപൗത്രാൻ ഗണേഷ്വ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, 100 വർഷം ആയുസ്സുള്ള പുത്രന്മാരോടുകൂടി ജീവിക്കാൻ, സമ്പത്തുകൾ, രാജ്യാധിപത്യം എന്ത് വേണമെങ്കിലും സ്വീകരിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് യാതൊന്നും ആവശ്യമില്ല, ഇതെല്ലാം ക്ഷണികമായിട്ടുള്ളതാണ്. ശോഭാവോ മർത്യസ്യതന്തകൈത സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാത്തവ നൃത്യഗീതേ. ഒക്കെ അങ്ങയുടെ കയ്യിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. അല്ലേ, നല്ലതാണ്, സംഗതി ഒക്കെ ഉണ്ട്. ഏത് അപ്സരസുകളാണെങ്കിലും സ്വർഗഭോഗങ്ങളൊക്കെ ആണെങ്കിലും അങ്ങ് കയ്യിൽ വെച്ചോളൂ, എനിക്ക് ഈ വിദ്യയെ മാത്രം പറഞ്ഞു തന്നാ മതി. നവിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തമദ്രാക്ഷ്മചേത്വ. സമ്പത്ത് കിട്ടിയിട്ട് ആർക്കെങ്കിലും തൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? പിന്നെ എനിക്കാണെങ്കിലോ അങ്ങയുടെ ശിഷ്യനായതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് സമ്പത്തിനൊരു കുറവുണ്ടാവില്ല. ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് യമപദവിയിൽ ഇരിക്കുന്ന കാലം വരെ എനിക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? അതും വേണ്ട. അതുകൊണ്ട് വേറെ ഒന്നും, നാണ്യം തസ്മാ നചികേതാ പ്രണീതേ, ഇതല്ലാതെ എനിക്ക് വേറെ യാതൊന്നും ആവശ്യമില്ല, ഞാൻ ആവശ്യപ്പെടുകയുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ആ വരത്തിൽ അങ്ങനെ ദൃഢചിത്തനായി നിൽക്കുന്ന നചികേതസിനോട് യമന് വളരെ തൃപ്തി തോന്നുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഈ പ്രഥമ വല്ലി തൻ്റെ ഈ വരപ്രാപ്തിയിൽ അല്ലെങ്കിൽ തൻ്റെ ആ ജിജ്ഞാസയിൽ ഊന്നി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും പരീക്ഷണങ്ങളുണ്ട്. യമൻ്റെ ഒരു ഗുരു പരീക്ഷിച്ചു കഴിഞ്ഞു മാത്രമേ ശിഷ്യന് പൂർണ്ണമായിട്ടും ഉപദേശം കൊടുക്കൂ. കാരണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള വിദ്യയാണ്. അപ്പോൾ ആ വിദ്യ നേടിയെടുക്കുന്നതിനും അതിനുള്ള യോഗ്യതകളും ഉള്ളവന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളത് കൊണ്ട് യമൻ വീണ്ടും പരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ പരീക്ഷണങ്ങളും പിന്നീട് ഉപദേശം ആരംഭിക്കുന്നതുമാണ് ദ്വിതീയ വല്ലി മുതൽ ആരംഭിക്കുന്നത്. അത് നമുക്ക് തുടർന്ന് അടുത്തുള്ള ആചാര്യന്മാരിൽ നിന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വളരെ മഹത്തായിട്ടുള്ള ഒരു ഉപനിഷത്താണ്. ഏതാണെങ്കിലും ഈ പവിത്രമായ ഒരു വേദിയിൽ കഠോപനിഷത്തിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതിന് സന്ദർഭം കിട്ടിയ, ഇതിന് ഒരു അവസരം തന്നതായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോടും ശ്രദ്ധയോടെ ഇരുന്നതായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ. നമ്മളെല്ലാവരും നചികേത